കടമെടുപ്പ് പരിധി ഉത്തരവിൽ കേരളത്തെ കുടഞ്ഞ് സുപ്രീം കോടതി ചർച്ച തുടരുന്നു. ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇന്ന് ഉച്ചയ്ക്ക് ധനമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിധി വരുന്നതിന് തൊട്ടു മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ രസകരമായിരുന്നു. കാരണം വിധി ഏറെ നിർണായകമാകും, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അത് ഭരണഘടനാ വിഷയമാണെന്ന് കോടതി പറഞ്ഞിരുന്നു തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ നൽകിയത്. എന്തായാലും വിധി വന്നതിന് ശേഷം അത് കനത്ത തിരിച്ചടിയായിട്ടും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. കാരണം അത് അംഗീകരിക്കുക മാത്രമേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർവാഹമുള്ളൂ. പക്ഷേ അവർ തുടർന്നും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മുഖമിനുക്കലുകൾ നടത്തും, വളച്ചൊടിക്കലുകൾ നടത്തും എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും ഈ നിയമങ്ങളെയും അതുപോലെ തന്നെ ഉത്തരവുകളൊക്കെ വ്യാഖ്യാനിക്കാനും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള അതിയായിട്ടുള്ള കൗശല ബുദ്ധിയുള്ള ആളുകളാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ. ഇനി ഒരു പക്ഷേ നാളെ ഈ സുപ്രീം കോടതി വിധി അവർക്ക് എതിരായി കഴിഞ്ഞാൽ ഇന്ത്യൻ കോടതി സുപ്രീം കോടതി അതൊരു ബൂർഷ്വ കോടതിയാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ആഖ്യാനം നടത്തും, അല്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാർ സംഘി കോടതിയാണെന്നൊക്കെ പറയും. അത് അവരുടെ ഒരു ഭാഷയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കേരളത്തിൻ്റെ നിയമസഭയിലടക്കം ഒരു 50,000 കോടി രൂപയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് യാതൊരു വിധത്തിലുള്ള നാണവും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്? അതൊക്കെ കൃത്യത്തിൽ ഇത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു ഗീബൽസിൻ്റെ തന്ത്രമാണ്. നുണകളെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അവരതിനെ സത്യമാക്കുന്ന ഒരു ശ്രമം നടത്താറുണ്ട്. പക്ഷേ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ, ഒരു പക്ഷേ ആദ്യത്തെ ഇടപെടലും കൃത്യമായിട്ട് നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ അന്നുകൂടി വലിയൊരു അംഗീകാരമായിട്ടാണ് ഇവർ പ്രചരിപ്പിച്ചത്. പക്ഷേ ഇതിനകത്ത് റോണി കെ ബേബിയുടെ പാർട്ടിക്കാരോട് സത്യത്തിൽ ഒരു കോൺഗ്രസ്സുകാർ ഒരു ഔചിത്യ ബുദ്ധി കാണിച്ച ഒരു വിഷയമാണ്. പൊതുവേ ഈ നമ്മുടെ രാമക്ഷേത്രമായിക്കോട്ടെ CA ഒക്കെ ആയിപ്പുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരുടെ അജണ്ടയിൽ വീണ ആളുകളാണ് ഈ കോൺഗ്രസ്സുകാർ. പക്ഷേ ഇത് കൃത്യമായിട്ട് അവർ ഈ അജണ്ടയുടെ വീഴാതെ കാത്തു ഒരു നയപരമായ സമീപനം കോൺഗ്രസ്സുകാർ എടുത്തു. കാരണം കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർക്ക് അറിയാം, നമുക്ക് ആദരണീയനായിട്ടുള്ള നമ്മുടെ NK പ്രേമചന്ദ്രൻ പാർലമെന്റിനകത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകൾ ചോദിച്ച് പാർലമെന്റ് രേഖയിൽ നമ്മുടെ നിർമ്മല സീതാരാമൻ ഇതിന് മറുപടി കൊടുത്തതാണ്. എന്നിട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ വീണ്ടും 50,000 കോടി രൂപയുടെ കണക്കുമായിട്ട് അവർ വരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ വളരെ ഇപ്പോൾ നമുക്കറിയാം ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരമായിക്കോട്ടെ, അന്ന് ഈ സമരത്തിൽ പങ്കെടുക്കാത്തതിൽ കേരളത്തിൻ്റെ അവകാശത്തിനൊപ്പം കോൺഗ്രസ്സുകാർ നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരെ കൃത്യമായിട്ട് ഇവർ ചീത്ത വിളിക്കുന്ന കാര്യവും നമ്മൾ കേട്ടു. അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ CPM-ൻ്റെ ഈ ഒരു കുടിലതന്ത്രം, ആ കുടിലതന്ത്രത്തിന് ഏറ്റിട്ടുള്ള വലിയൊരു തിരിച്ചടിയാണ്. കാരണം നമുക്ക് പഴയതുപോലെ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമാണ്. കാരണം ധനകാര്യ മേഖല എന്ന് പറയുന്നത് ഒരു പക്ഷേ കോടതി ഒരു കൃത്യമായിട്ടൊരു വിധിയൊന്നും പറയുമെന്ന് ആരും കരുതുന്നില്ല. പ്രത്യേകിച്ച് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ധനകാര്യ വിഷയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കോടതി ഒരു വിധി പറഞ്ഞതായിട്ടുള്ള ചരിത്രവും ഇല്ല. പക്ഷേ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് 293-ന്റെ കടമെടുക്കൽ പരിധിയുമായി ബന്ധപ്പെട്ട സാധ്യതകളെ പരിശോധിക്കുക എന്നുള്ളതാണ്. ആ സാധ്യതകളെ പരിശോധിക്കുന്നതിനെ ഇവർ തങ്ങളുടെ വലിയൊരു വിജയമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ കൂപമണ്ഡുകങ്ങൾ എന്നല്ലാതെ അവർ വേറെ വാക്ക് നമുക്ക് വിശേഷിപ്പിക്കാനില്ല. പക്ഷേ ഇതിനകത്തുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പദ്ധതികൾ ഈ സത്യത്തിൽ ഈ കേരള സർക്കാരിനുള്ള ആകെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കടം മേടിച്ച് ഇവിടുത്തെ ആകെയുള്ള 87% വരുന്ന അതിൻ്റെ തുക ഇവിടുത്തെ സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും, അതിൽ പെൻഷൻകാർ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഈ പെൻഷൻ എന്ന് പറയുന്ന റിട്ടയർഡ് എംപ്ലോയി ആയിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് പെൻഷൻ കൊടുക്കുന്നത്. സർവ്വസാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗത്തിൽ ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസമായി. അവരുടെ കാര്യത്തിൽ ഇപ്പോഴൊരു നീക്കുപോക്കില്ല. നമ്മുടെ 13,000 കോടി രൂപ കിട്ടിയപ്പോഴും പോലും ആളുകളുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുമില്ലാതെ ഈ കേരളത്തിൻ്റെ സമസ്ത മേഖലയെയും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ഏത് മേഖലയായിക്കോട്ടെ. നേരത്തെ മോഹൻ സാർ പറഞ്ഞതുപോലെ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഈ നാടിനകത്ത് യാതൊരു രക്ഷയുമില്ലാതെ ഈ കേരളത്തിൽ നിന്ന് ഒരു വർഷം കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ആളുകൾ എന്ന് പറയുന്നത് 35,000 പേരാണ്. നാളെ അത് 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ ആവുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അതിനൊക്കെ കാരണം 2 മുന്നണികൾക്കും പങ്കുണ്ട്. വലത് മുന്നണികൾക്ക് കൃത്യമായിട്ട് അതിന് പങ്കുണ്ട്. നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് നായനാർ ഭരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 27,000 കോടിയായിരുന്നു. അവിടുന്ന് ആന്റണിയിൽ നിന്ന് ഉമ്മൻചാണ്ടി 2017 എത്തുന്ന സമയത്ത് 1,92,000 എത്തുന്നു. പക്ഷേ ഇവിടെ യാതൊരു നയവും ഇല്ലാതെ പൊതുവെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ കേരളത്തിൽ 5 വർഷം. അപ്പോൾ 5 വർഷം ഞങ്ങൾ മാക്സിമം കടം മേടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സർക്കാർ വരുന്ന അവരുടെ തലയിലേക്ക് ബാധ്യത വെച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കേരളത്തിൽ കാണാറുള്ളത്. പക്ഷേ ഈ സാഹചര്യത്തിന് വിരുദ്ധമായി കൊണ്ട് ആ കോവിഡ് പശ്ചാത്തലത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ വലിയൊരു തെറ്റുണ്ട്. ഈ സർക്കാരിന് വീണ്ടും അധികാരത്തിലെത്തി. ഈ അധികാരത്തിലെത്തിയ സമയത്ത് പിന്നെ സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവുമില്ല. ഇപ്പോൾ തന്നെ നോക്കൂ, 27,000 കോടി രൂപ കൊടുത്തതെന്ന് വെക്കുക, അടുത്ത 3 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കേരളത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള പണം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സാധ്യം വൻകിട കുത്തക മുതലാളിമാർ ഇവിടെ ഉണ്ട്. നിയമസഭയ്ക്കകത്ത് കൃത്യമായിട്ട് IC ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ വൻകിട കുത്തക മുതലാളിമാർ, പാട്ടക്കരാറുകൾ, കോറി മുതലാളിമാർ, മദ്യ വ്യാപാരികൾ തുടങ്ങിയ ആളുകളിൽ നിന്ന് ഈ പാട്ട കുടിശ്ശികയായിട്ട് 16,000 കോടി കിട്ടാനുണ്ട്.
ആ 16,000 കോടി പിടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനവും ഈ കേരളത്തിൽ നടക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് പിടിച്ചെടുക്കുന്നില്ല? നമുക്കറിയാലോ, ധൂർത്ത്, നമ്മുടെ നവകേരള സദസ് എന്ന പേരിൽ ധൂർത്ത് നടത്തിയ സമയത്ത് നവകേരള സദസ്സിനെ സഹായിച്ചതാരാണ്? ഈ വൻകിട കുത്തക മുതലാളിമാരാണ്. ഇവിടെ ആർഭാടങ്ങൾക്ക് ഒരു കുറവുമില്ല. നവകേരള സദസ്സിന് വേണ്ടി ബസ് മേടിക്കുന്നു, മണിമന്ദിരങ്ങൾ, മന്ത്രിമാരുടെ മണിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊത്തം 18 കോടി രൂപയാണ് ചിലവായിട്ടുള്ളത്. ഈ കടം മേടിക്കുന്ന കേസിനുമായി ബന്ധപ്പെട്ട് 4.2 കോടി രൂപയാണ് അഭിഭാഷകന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. അതുമാത്രമല്ല, ഈ മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം സേഫാണ്. കാരണം ആദ്യത്തെ നമ്മൾക്കറിയാലോ, കഴിഞ്ഞ തവണ നമ്മൾ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങിയപ്പോഴും ഈ മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ ശമ്പളം മുടങ്ങിയില്ല. കാരണം ആദ്യത്തെ ബിൽ ട്രഷറിയിൽ നീക്കുന്നത് ഇവരുടേതാണ്. അപ്പോൾ ഇവർ സേഫാണ്. പക്ഷേ അടിസ്ഥാന ജനവിഭാഗം ഈ കേരളത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നേരത്തെ മോഹൻ സാർ പറഞ്ഞതുപോലെ ശ്രീലങ്കയേക്കാൾ വലിയ മോശമായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാണ് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇടപെടുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ഫിസിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് നമുക്കറിയാം, വാജ്പേയി സർക്കാർ ആ സമയത്താണ് കൃത്യമായിട്ട് അത് പാർലമെന്റിനകത്ത് നിയമം വരുന്നത്. ആകെ നമ്മുടെ GSTP 29% കൂടുതൽ കടം വരാൻ പാടില്ല. പക്ഷേ കേരളത്തിന്റെ കടം 39% നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ താരതമ്യേന കടമെടുത്ത് നിൽക്കുന്ന തമിഴ്നാടിനേക്കാൾ കർണാടകത്തേക്കാൾ വലിയ രീതിയിലേക്കാണ് കേരളത്തിന്റെ കടബാധ്യത മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നേരത്തെ മോഹൻ സാർ പറഞ്ഞതുപോലെ ഇപ്പം തന്നെ ഓൾറെഡി 4.22% നമ്മുടെ കടം. അത് ഈ 25,000 കോടി കൂടി വന്നു കഴിഞ്ഞാൽ 7% കടം എന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നു. അപ്പം ഇവിടുത്തെ ഒരു സാധാരണ 1-ാം ക്ലാസ്സുകാരന്റെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ ഒരു കാഴ്ചപ്പാട് പോലും ഇല്ലാത്ത ഒരു ധനകാര്യമന്ത്രിയും അതിനനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും അതിനനുസൃതമായിട്ട് നുണ പ്രചരിപ്പിക്കുന്ന ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയും ഈ കേരളത്തിന്റെ സമസ്ത മേഖലയെയും അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ ഇതൊന്നും ചോദിക്കാതെ പോയില്ല. ഇവിടുത്തെ യുവതയും ഇവിടുത്തെ ജനങ്ങളും ഈ സർക്കാരിനെതിരെയുള്ള വലിയൊരു തിരിച്ചടിയായിട്ട് ഈ ഇലക്ഷന്റെ ഒരു മുഖാമുഖത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനുള്ളൊരു തിരിച്ചടിയൊക്കെ കേരളത്തിലെ യുവത അവർക്ക് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, ശ്രീ റോണി കെ ബേബി, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഇനി കടമെടുപ്പിന് അവകാശവുമില്ല. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അവരുടെ വാദം അതാണ്. അതായത് നിർണായകമായ വിധി ഭരണഘടനാ ബെഞ്ച് വിഷയം പരിശോധിക്കും തുടങ്ങിയ വാദഗതികളുമായാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കടമെടുപ്പിന് ഇനി അവകാശമില്ലാത്ത സ്ഥിതിക്ക് ഈ ധനപ്രതിസന്ധി ഏതു രീതിയിൽ മറികടക്കും? ഈ പ്ലാൻ ബി എന്ന് ബജറ്റിൽ പറഞ്ഞതല്ലാതെ യാതൊരു പ്ലാൻ ബിയും ഇല്ല എന്നുള്ളത് സത്യമാവുകയല്ലേ? ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. പക്ഷെ ആ യാഥാർത്ഥ്യം ഇവിടെ മൂടി വയ്ക്കപ്പെടുക, ആ യാഥാർത്ഥ്യം ഇവിടെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ CPM-ഉം ഇടതുപക്ഷ സർക്കാരും മറ്റു പല വ്യാഖ്യാനങ്ങളും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ മനുഷ്യച്ചങ്ങല പിടിക്കുന്നു, അങ്ങ് ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നു, സുപ്രീം കോടതിയിൽ പോയി ഹർജി നൽകുന്നു. യഥാർത്ഥ വസ്തുതകൾ, ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? ഇത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ CAG-യുടെ എത്രയോ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഇവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് തന്നെയാ. അത് സുപ്രീം കോടതി തന്നെ അടിവരയിട്ട് പറയാതെ പറയുന്നുണ്ട്. സുപ്രീം കോടതി ഒരു പരസ്യമായ പരാമർശങ്ങളിലേക്ക് വന്നിട്ടില്ല എങ്കിലും സുപ്രീം കോടതിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട 2 ജഡ്ജിമാർ അവര് നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവര് കൃത്യമായി തന്നെ പറയുന്നത് ഇവിടെ ശരിയാക്കപ്പെടേണ്ടത് കേരളത്തിന്റെ അകത്തെ സാമ്പത്തികമായിട്ടുള്ള അതിന്റെ ഘടനകളാണ്. കാരണം നമുക്കറിയാം, ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നികുതിയേതര വരുമാനമാണ്. കേന്ദ്രത്തിന്റെ വിഹിതമൊക്കെ രണ്ടാമത് വരികയുള്ളൂ. ധനകാര്യ കമ്മീഷൻ നൽകുന്നതും മറ്റ് പല സോഴ്സുകളിൽ നിന്നും വല്ല GST വിഹിതമായിട്ട് വരുന്നതൊക്കെ പിന്നീടാണ് വരുന്നത്. ഒരു സർക്കാരിന്റെ സംസ്ഥാന മറ്റ് 10-28 സംസ്ഥാനങ്ങൾ, കേരളം മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ളത്. എന്താണ് കേരളത്തിൽ ഇപ്പോൾ CPM പറയുന്ന പല ഒരു ഇതെന്ന് പറയുന്നത് കർണാടകയും സമരത്തിന് പോയില്ലേ? ഇപ്പോൾ അവർ പറയുന്നത് എന്താ? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കേസിന് പോയില്ലേ? ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. കേന്ദ്രം ഒരു കാര്യത്തിൽ കേരളത്തോട് അനീതി കാണിച്ചു, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ പരസ്യമായി തന്നെ അത് ചോദ്യം ചെയ്തിട്ടുമുണ്ട്. കാരണം 16-ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്നതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. അത് മാത്രമാണ്. പിന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അവഗണനയായി ഞങ്ങൾ അന്നും ഇന്നും കൃത്യമായി അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങള് പാർലമെന്റിൽ ഉൾപ്പെടെ ആ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിയിട്ടുമുണ്ട്. മറ്റ് കാരണങ്ങളുടെ എല്ലാം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മറ്റ് പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദി എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ്. ഞാൻ പറയുന്നത് നികുതിയേതര വരുമാനം. ഞങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഒരു പുതുതായി ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ വർഗീസ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, കേരളം എന്ന് നേരിടുന്നത് എങ്ങനെയും കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുക എങ്ങനെയും. കാരണം ഞാൻ ഒരു അധ്യാപന ജോലിയിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്.
ഞാൻ ബിരുദ വിദ്യാർത്ഥികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഏതേലും സാഹചര്യം ഉണ്ടെങ്കിൽ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ +2 കഴിയുന്നത് ഈ നാട് വിട്ടു പോവുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എങ്ങനെ ഇവിടുന്ന് പാലായനം ചെയ്യുക, കൂട്ടപാലായനം. ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുക. യുവാക്കളുടെ മുമ്പിൽ, ചെറുപ്പക്കാരുടെ മുമ്പിൽ കേരളത്തിൽ ഒരു പ്രതീക്ഷ നൽകുവാനായിട്ട് ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ല. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപാദന മേഖലയിലേക്ക് കാര്യമായ നിക്ഷേപം വരുന്നില്ല. നമുക്ക് ഈ പ്രാവശ്യം സംസ്ഥാന സർക്കാരുടെ ബജറ്റ് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ 1,18,000 കോടി രൂപ അടങ്കൽ തുകയിൽ കേവലം 17,000 കോടി രൂപ താഴെ മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് 10% താഴെ മാത്രം. ഞാൻ കേന്ദ്രത്തെ ഇവിടെ അഭിനന്ദിക്കാൻ വേണ്ടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്, കേന്ദ്രത്തിന്റെ പോലും ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളുടെ പോലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 50% കേന്ദ്ര സർക്കാരിന്റെ 62%. അല്ലെങ്കിൽ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ 40% മുകളിൽ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കാരണം നമ്മൾ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഉൽപാദന മേഖലയിൽ കൂടുതൽ പണം നമ്മൾ ചെലവഴിച്ചാൽ മാത്രമേ അത് ഇൻകം ജനറേറ്റ് ചെയ്യുള്ളൂ, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുക. ഇവിടെ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുക. ഒരു ലോങ് ടേം സ്ട്രാറ്റജി ഒന്നുമില്ല. കടം മേടിക്കുക, തൽക്കാലം ഒരു മാസത്തെ ചെലവുകൾ കടന്നു പോവുക, വീണ്ടും പോയി കടം മേടിക്കുക, വീണ്ടും ആ മാസത്തെ ഇവിടെ ശമ്പളം, പെൻഷൻ. അത് മാത്രമല്ല, ഇപ്പൊ പ്രിന്റ് പറഞ്ഞു 87% പോകുന്നത് പിന്നെ ശമ്പളത്തിനും പെൻഷനും വേണ്ടിയാണ്. അല്ല, നമ്മുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് പോകുന്നത് കടത്തിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടിയാണ്. മുൻ വർഷം അതാണ് അതിലെ ഏറെ നിർണായകം. അതായത് കടം വാങ്ങി പെൻഷനും ശമ്പളവും കൊടുക്കുക, ബാക്കി തുക മുഴുവൻ ഈ കടത്തിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രം വിനിയോഗിക്കുക. ഇങ്ങനെ കടത്തിന്റെ ഒരു കൂമ്പാരമായി കേരളം മാറുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നത്തെ സുപ്രീം കോടതി നിരീക്ഷണങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. കാരണം കേന്ദ്രം ഉന്നയിച്ച വാദങ്ങളൊക്കെ ശരി എന്ന് കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. പ്രധാനമായും കേന്ദ്രം പറഞ്ഞത് സംസ്ഥാനത്തെ ധനവിനിയോഗത്തിലെ കെടുകാര്യസ്ഥത. അതുമാത്രമല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പല വ്യാഖ്യാനങ്ങളും വളച്ചൊടിക്കുന്നു. ധൂർത്ത്, വലിയ രീതിയിലുള്ള ധൂർത്ത്, ഇതൊക്കെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നുള്ള കേന്ദ്രവാദം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. എന്തായാലും അതിലെ ചില കാര്യങ്ങൾ മാത്രം പരിശോധിക്കുന്നതിനായിട്ടാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, അധിക കടത്തിന് ഇനി അവകാശമില്ല എന്നും കോടതി പറഞ്ഞു വെക്കുന്നു. ഇനി മുന്നോട്ടുള്ള ധനവിനിയോഗം ഏതു രീതിയിൽ നടത്താനായിരിക്കും സംസ്ഥാന സർക്കാർ ആലോചിക്കുക? കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയേ മതിയാകുകയുള്ളൂ. ഇപ്പോൾ താൽക്കാലികമായി ഈ ഏപ്രിൽ മാസത്തെ ഒരു DA കുടിശ്ശിക കൊടുത്തതുകൊണ്ടൊന്നും പൊതുജനം അടങ്ങാനുള്ള സാധ്യത കാണുന്നില്ല. ക്ഷേമ പെൻഷനുകൾ അടക്കം പെൻഡിങ്ങിലാണ്. അതുകൊണ്ട് ഇനി വരും വർഷത്തെ അവർ എങ്ങനെ അഭിമുഖീകരിക്കാനായിരിക്കും ശ്രമിക്കുക? രോഹിണി, ഇവിടെ ഒരു ഫണ്ടമെൻ്റൽ പ്രശ്നമുണ്ട്. സാമ്പത്തിക അച്ചടക്കം എന്നത് പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്ന നിലയിലുള്ളൊരു നിരീക്ഷണമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി അതിന് പരിഹാരം എന്താണ്? അതാണല്ലോ രോഹിണി ചോദിച്ച ഒരു ചോദ്യം. എന്താണ് കേരള സർക്കാരിൻ്റെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മാന്ത്രിക ഫോർമുല ഉണ്ടോ? ഇവിടെ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പറഞ്ഞ ഒരു പ്ലാൻ B ഉണ്ട്. പ്ലാൻ A എന്നത് കടമെടുപ്പ് പരിധി കൂട്ടുക, കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങുക, അതൊക്കെ സാധിച്ചെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം. പക്ഷേ അത് സാധിക്കില്ല എന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് പ്ലാൻ B ആണുള്ളത്. ഇനി നേരെ പോ എന്ന രീതിയിൽ ഒന്ന് നോക്കിയാൽ പ്ലാൻ B എന്താണ്? ഇവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, വരുമാനം കൂട്ടുക. കാലാകാലങ്ങളിൽ എന്താണ് ചെയ്തിരുന്നത്? ഇവിടെ ഒരു ഇല്യൂഷണറി വേൾഡ് സൃഷ്ടിക്കുകയാണ്. മാറി മാറി ഭരിച്ച സർക്കാരുകൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരുകൾ എപ്പോഴെല്ലാം ഭരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഒരു വലിയ ഒരു മായാലോകം സൃഷ്ടിക്കുകയാണ്. ഇത് കേരള മാതൃക വികസനമാണ്. ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുചാട്ടം നമ്മൾ നേടിയിരിക്കുന്നു. യൂറോപ്യൻ നിലവാരത്തിലുള്ള ഡിസ്പെൻസറികളും ഹോസ്പിറ്റലും പെർ ക്യാപിറ്റ ഹെൽത്ത് റീച്ച് യൂറോപ്യൻ നിലവാരത്തിലെത്തിയിരിക്കുന്നു. അതുപോലെ ആയുർദൈർഘ്യം ഈ വികസിത രാജ്യങ്ങളുടെ സമാനമായ ആയുർദൈർഘ്യം നേടിയിരിക്കുന്നു. 100% ലിറ്ററസി, സാക്ഷരത നേടിയിരിക്കുന്നു. അപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സും വെച്ചുകൊണ്ട് കേരള മാതൃകയിൽ അഭിരമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ വളരെയധികം ആർട്ടിഫിഷ്യലായി സൃഷ്ടിച്ചെടുത്ത ഒരു നറേറ്റീവും കൂടെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാണാതെ പോകരുത്. ഇവിടെ ഹെവി ഇൻഡസ്ട്രീസ് എന്നത് ഇല്ല എന്ന് ഓർക്കണം. ഇവിടെ പ്രൈമറി സെക്ടറായ
അഗ്രികൾച്ചർ നാൾക്ക് നാൾ പുറകോട്ടാണ്. ഇവിടെ ആകെപ്പാടെ വളരുന്നത് ടെർഷറി സെക്ടറാണ്, ഒരു സർവീസ് സെക്ടറാണ്. ആ സർവീസ് സെക്ടറിൽ തന്നെ ആരോഗ്യവും വിദ്യാഭ്യാസവും മാത്രമാണ് വളരുന്നത്. ടൂറിസം വളരേണ്ടതാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും സ്വകാര്യ മേഖലയിലെ സ്കൂളുകളും കലാലയങ്ങളും സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളും എല്ലാം വരുമ്പോൾ വലിയ തോതിൽ ഹ്യൂമൻ റിസോഴ്സിനെ സൃഷ്ടിക്കുകയാണ്. ടെക്നിക്കലി ആൻഡ് പ്രൊഫഷണലി എക്യുപ്ഡ് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവത്തെ തേച്ചു മിനുക്കിയെടുക്കുകയാണ്. ആ മിനുക്കിയെടുക്കുന്ന മനുഷ്യ വിഭവത്തെ വിദേശത്തേക്ക് വിട്ടുകൊണ്ട് വിദേശ നാണ്യം നേടിക്കൊണ്ട് ഗൾഫിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിദേശ നാണ്യം ഇവിടെ വരും. അവിടെ പൗരത്വം എടുക്കാനാവാത്തത് കൊണ്ട് അവർ സമ്പാദിക്കുന്ന തുക നാട്ടിലേക്ക് അയച്ചാൽ ഇവിടെ വിദേശ നാണ്യം വരികയാണ്. ആ വിദേശത്തു നിന്ന് വരുന്ന റെമിറ്റൻസ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു പുരോഗതി ഇതൊരു ആർട്ടിഫിഷ്യലാണ്. ഇതിനെ ഒരു തനത് വികസനമെന്ന് പറയാനാവില്ല. അങ്ങനെ വരുന്ന അപ്പോൾ അവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഫ്രഞ്ച് ബെനിഫിറ്റോടുകൂടി വലിയൊരു വിഭാഗത്തിന് ചെറുകിട കടക്കാരായിരിക്കൊള്ളട്ടെ, ചെറിയ മേസ്ത്രി, ആശാരി, നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്കെല്ലാം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അത് വരുന്ന വഴി എന്താണ്? ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഒരു ഇക്കോണമി കെട്ടിപ്പടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ വേണ്ടത് ഇവിടെ ഉൽപ്പാദനം ഉണ്ടാകണം, വ്യാവസായിക ഉൽപ്പാദനം ഉണ്ടാകണം, കാർഷിക ഉൽപ്പാദനം ഉണ്ടാകണം, തൊഴിൽ ജനറേറ്റ് ചെയ്യപ്പെടണം, ഇൻകം ഉണ്ടാകണം, തനത് വരുമാനം ഉണ്ടാകണം, തനത് നികുതി വരുമാനം ഉണ്ടാകണം. ഇതൊന്നുമില്ലാതെ കടത്തെ ആശ്രയിക്കുന്ന ഒരു മായാ പ്രപഞ്ചം, എന്നിട്ട് വലിയ തോതിൽ മുദ്രാവാക്യങ്ങളും വളരെ ക്യാച്ചിയായ പാട്ടുകളുമെല്ലാം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദീപിപ്പിക്കാൻ ഒക്കുന്ന രീതിയിൽ പറയുകയും, എന്നാൽ യഥാർത്ഥത്തിൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വലിയ തോതിൽ ആളുകൾ അസംതൃപ്തരാണ്. അവർ ആ അസംതൃപ്തി മറച്ചു വയ്ക്കാനായി ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന ഒരു കണക്ക് ബോധിപ്പിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായി ക്ഷേമ പെൻഷൻ മുടക്കിയിരിക്കുന്നു. നമ്മൾ പെൻഷൻ്റെ കാര്യം പറഞ്ഞു. ഈ പെൻഷൻ എന്ന് പറയുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അല്ല, റിട്ടയർ ചെയ്ത ആളുകളുടെ പെൻഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കാം. അതൊരു വലിയ തിരഞ്ഞെടുപ്പ് വോട്ട് നേടുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ കിറ്റും ക്ഷേമ പെൻഷനും ഒക്കെ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഭരണത്തിലെത്താൻ വേണ്ടി ഒരു പാർട്ടിയെ സഹായിക്കുന്ന, ഒരു മുന്നണിയെ സഹായിക്കുന്നത്. അത് ഇപ്പോൾ നിന്ന് പോയത് കൊണ്ട് ഉറപ്പായും പറയാം, ഏപ്രിൽ 1 ഇന്ന് തുടങ്ങുന്ന മാസം തീർച്ചയായും ക്ഷേമ പെൻഷൻ കിട്ടും. കുടിശ്ശികയെല്ലാം കിട്ടില്ലെങ്കിലും ഈ മാസത്തേത് കിട്ടും. അത് മാത്രമല്ല DA 2 ഗഡു വർദ്ധിപ്പിച്ചത് ലഭിക്കും. തൽക്കാലത്തേക്ക് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാമെന്നല്ലാതെ ശാശ്വത പരിഹാരത്തിലേക്കല്ല നീങ്ങുന്നത്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത്, അടുത്ത മാസം എന്ത്, ഇതാണ് ചോദ്യം. അപ്പോൾ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ വിഷയം പോയതിൻ്റെ കാരണം ശാശ്വതമായ പരിഹാരങ്ങളാണ് വേണ്ടത്. ഹാർഡ് റിയാലിറ്റീസ് അഡ്രസ്സ് ചെയ്യാൻ കേരള സമൂഹം അമാന്തിക്കരുത്. സാമ്പത്തിക വിദഗ്ധന്മാരും രാഷ്ട്രീയ വിശാരദന്മാരും എല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. സ്വയം വിമർശനപരമായി സർക്കാരും ഇതിനെ കാണുമ്പോൾ മാത്രമേ കേരളത്തിന് ഒരു ഭാവി ഉണ്ടാകൂ. അല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നും ഏറ്റവും മികച്ച ഹ്യൂമൻ റിസോഴ്സ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ കോരൻ്റെ കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന നിലയിലാവും. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നടത്തിയ സുപ്രീം കോടതിയിൽ കേസ് വന്നത് നന്നായി. സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് നന്നായി. അതേക്കുറിച്ച് രാജ്യവ്യാപകമായ ചർച്ചയുണ്ടാകട്ടെ, നിയമ സർക്കിളിൽ ചർച്ചയുണ്ടാകട്ടെ. ആ കണ്ണു തുറക്കാൻ ഇത് പര്യാപ്തമാകുമെങ്കിൽ അത് വളരെ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാമ്പത്തിക വിദഗ്ധനായ പ്രൊഫസർ കൃഷ്ണകുമാർ കൂടി ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, കേരളത്തിന്റെ വാദങ്ങളൊക്കെ സുപ്രീം കോടതി അപ്പാടെ തള്ളിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കേരളം നിരത്തിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ഈ കൃത്യമായ കണക്കുകൾ നിരത്തി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കേരളത്തിന് കോടതിക്ക് മുൻപാകെ എത്തിയപ്പോൾ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ എങ്ങനെ വന്നു? രോഹിണി അവസാനിപ്പിച്ച വാചകത്തിൽ ഞാൻ തുടങ്ങുകയാണ്. കൃത്യമായ കണക്കുകൾ നികത്തി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമല്ല. ചില കണക്കുകൾ നികത്തി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഭീമമായ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇക്കാലത്തും പണ്ടും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്തിട്ടുള്ളത്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പറയുന്നത് എല്ലാ ചാനലുകളിലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച്
ഉള്ള ചർച്ചകളിൽ കൈകളി ടി വിക്കാർക്ക് മാത്രം, അവിടെ ചർച്ച ചെയ്ത വല്ലവരും മാത്രം ഇതിനൊന്നും കേരള ഗവൺമെൻറ് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു കാണും. ഞാൻ അവിടെ ചർച്ചയ്ക്ക് പോയിട്ടില്ല. കേരളത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ സാമ്പത്തിക ബാധ്യത പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ്, ധനകാര്യ രംഗത്തുള്ള മിസ്മാനേജ്മെൻറ്റുമാണ് അതിലുള്ള കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പതിവ് പോലെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കേന്ദ്രത്തിൽ നിന്ന് കടം കിട്ടാത്തതാണ്. ഇവിടെ ജനസംഖ്യ കുറഞ്ഞു പോയി, അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് പൈസ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ചില മുടന്ത ന്യായങ്ങൾ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാക്കാറുള്ളത്. ഈ കേരളത്തിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു നയമല്ല ധനകാര്യ കമ്മീഷനുകൾ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ഒരു രീതിയിലുള്ള പുരോഗതിയുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ അതിനനുസൃതം അതുപോലെയുള്ള പുരോഗതി ഉണ്ടായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും ആ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് സഹായങ്ങൾ കുറഞ്ഞിട്ടുണ്ടാകാം. എന്തു തന്നെയായാലും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ആ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ്റിന് തന്നെയാണ് എന്നും സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് കേരളത്തിൻ്റെ കണക്കുകളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് കോടതി പറയുമ്പോൾ ഇവിടെ അവതരിപ്പിച്ച പല കണക്കുകളും താൽക്കാലികമായിട്ടുള്ളൊരു സമാധാനത്തിന് വേണ്ടി ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അവതരിപ്പിച്ച കണക്കുകളാണ്. രണ്ടാമത് 1722 കോടി രൂപ കടമെടുക്കുന്നതിലേക്ക് വേണ്ടി ഉള്ള കണക്കുകൾ, എന്തിന് ഈ തുക കടമെടുക്കുന്നു എന്നതിനുള്ള കണക്കുകൾ കൃത്യമായി ആ അവകാശം, ആ കണക്കുകൾ കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ കേരള ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഒരു സർക്കാരിന് ഞങ്ങൾ എന്തിന് കടമെടുക്കുന്നു എന്ന് കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ധന മാനേജ്മെൻറ്റിനകത്തുള്ള ഒരു വലിയ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. 2017 2020 ഇടയ്ക്ക് കേരളത്തിന് അവകാശപ്പെട്ടതിനേക്കാൾ അർഹതയുള്ളതിനേക്കാൾ കൂടുതൽ പണം കടമെടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്രം പറഞ്ഞതിനെ കോടതി അംഗീകരിക്കുന്നു. അപ്പം കേരളത്തിൻ്റെ വാദങ്ങൾ മിക്കവാറും എല്ലാം തന്നെ കോടതിയിൽ പൊളിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കാരണം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന എന്നെ പോലെയുള്ള വ്യക്തികളെല്ലാം പല ചർച്ചകളിൽ പങ്കെടുത്തും പല ലേഖനങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണിത്. കേരളത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കേരളത്തിൽ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിൻ്റെ പരിധികളെല്ലാം വിട്ടുള്ള കടമെടുപ്പ് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പേ ആയിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദേശീയ വരുമാനത്തിന് 40% കൂടുതലാണ്. നേരത്തെ ഇവിടെ ആരോ ചർച്ചയിൽ ഹോണിയാണെന്ന് തോന്നുന്നു സംസാരിച്ചപ്പം പറഞ്ഞു, ജനിക്കുന്ന ഒരു കുഞ്ഞ് 1 ലക്ഷം രൂപയിലധികം, 1 ലക്ഷം രൂപ എന്ന് നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്നതാണ്, ഇപ്പോൾ 1 ലക്ഷം കൂടുതലായിരിക്കും. ഓരോ മനുഷ്യൻ്റെയും ഓരോ വ്യക്തികളുടെയും കടബാധ്യത എന്ന് പറയുന്നത്, പ്രതിശീർഷ കടബാധ്യത എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയിൽ കൂടുതലാണ്. കേരളം ഈ ഗതിയിൽ പോവുകയാണെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് കേരളം. കഴിഞ്ഞ 7 വർഷമായിട്ട് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ധനം കിട്ടുന്നില്ല, കടം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഗവൺമെൻറ് കേരളത്തിൽ ധനം രൂപീകരിക്കുന്നതിലേക്ക് വേണ്ടി, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിൽ കാര്യമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ശമ്പളവും പെൻഷനും എല്ലാ രാജ്യത്തും കൊടുക്കും, എല്ലാ സംസ്ഥാനത്തും കൊടുക്കും. അത് തൊഴിലാളികളുടെ അവകാശമാണ്. ജോലി ചെയ്യുന്നവന് ജോലി കൊടുക്കണം, പെൻഷനായവന് പെൻഷൻ കൊടുക്കണം, വിധവ പെൻഷനും മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകളും കൃത്യമായിട്ട് കൊടുക്കണം. അതൊന്നും കേരള സർക്കാർ മാത്രം നൽകുന്ന ഒരു സൗജന്യമൊന്നുമല്ല. അതൊക്കെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നൽകുന്നതാണ്. ഒരു ക്ഷേമ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് അർഹപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ കടബാധ്യത ഉണ്ടായതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉൽപ്പാദന മേഖലയ്ക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. പോട്ട് ഉൽപ്പാദന മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല ഗവൺമെൻറ് ഇതിനകത്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ സപ്ലൈകോയിലെ ഷെൽഫുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ സാധനങ്ങളില്ല സാധാരണക്കാർക്ക് വാങ്ങിക്കാനായിട്ട്. മെഡിസെപ്പ് എന്ന് പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. ഏത് മേഖലയിലാണ് ജനങ്ങൾക്ക് ആശ്വാസമുള്ളത്? മാസങ്ങളായിട്ട്
ക്ഷേമ പെൻഷൻ പോലും കൊടുക്കപ്പെടുന്നില്ല. ഇപ്പോഴൊക്കെ 2% DA കൂടുതലായിട്ട് കൊടുത്തു. ഒരു തവണത്തെ മൂന്നാമത്തെ ഗഡു ക്ഷാമബത്ത ശമ്പള പരിഷ്കരണത്തിന്റെ മൂന്നാമത്തെ ഗഡു ഇപ്പം നൽകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രചരണ പദ്ധതികളുടെയും കൂടെ ഭാഗമാണ്. അതെ, ഇത്ര അധികം തവണയും ശ്രീ കൃഷ്ണകുമാർ, ഇപ്പോഴും കേരളത്തിന്റെ വാദം എന്ന് പറയുന്നത് ഈ ചില വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതി മറ്റു ചില കാര്യങ്ങൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടതിൽ ഊറ്റം കൊള്ളുകയാണ്. അത് വലിയ മഹാകാര്യം എന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഷ്യം വരുന്നത്. ശ്രീ പ്രിന്റു മഹാദേവ്, 2017-20 കാലഘട്ടത്തിൽ കേരളം ആവശ്യപ്പെട്ടതിലധികമായി കടമെടുത്തു എന്നുള്ള കേന്ദ്രവാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇടക്കാല ആശ്വാസമായി കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കോടതി തള്ളിയതും. എന്തായാലും നിലവിൽ ഈ അവകാശവാദങ്ങളൊക്കെ കോടതി തള്ളുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്തെങ്കിലുമൊക്കെ മുഖമിനുക്കലുകൾ പെട്ടെന്ന് തന്നെ നടത്തിയേക്കാം, പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം കാണുക സാധ്യമല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും പതിവ് പോലെ കേന്ദ്ര സർക്കാരിനെ പഴിപറയുന്ന നയത്തിലേക്ക് എത്തും. അതിന് സംസ്ഥാന നിയമസഭ ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്നുള്ളതും നോക്കിക്കാണേണ്ടത് തന്നെയാണ്. തീർച്ചയായും ഈ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ മാനേജ്മെൻറ്റിൽ അമ്പെ പരാജയപ്പെട്ട സർക്കാർ എന്ന രീതിയിലും അതോടൊപ്പം തന്നെ ഈ ഭാരതത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ പോലും തകർക്കുന്ന രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ചെയ്തികൾ മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ഇവിടുത്തെ ധനകാര്യ പ്രതിസന്ധിയെക്കുറിച്ച് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ധവളപത്രമാണ് സത്യത്തിൽ ഇറക്കേണ്ടത്. അതിൻ്റെ സൊല്യൂഷൻ കേന്ദ്രവുമായിട്ട് ചർച്ച ചെയ്ത് എന്താണ് അടിസ്ഥാനം, അതിന് ഈ പറയുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയത് കൊണ്ടല്ല, എന്താണോ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ പരിഹാരം, ആ പരിഹാരത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം ഏതൊക്കെ രീതിയിലാണ് തേടേണ്ടത്, അതിനുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ കുപ്രചരണം നടത്തുന്നതാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതിൽ ആത്മാഭിമാനം ഒക്കെ വെടിഞ്ഞ് ഈ സത്യസന്ധമായി ഈ കേരളത്തിൻ്റെ സാഹചര്യങ്ങളെ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും സംസ്ഥാനങ്ങളെ സഹായിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് 10 വർഷം കൊണ്ട് 2,25,000 കോടി രൂപയാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം. അത് GST ആയിക്കോട്ടെ, പദ്ധതിയുടെ വിഹിതമായിക്കോട്ടെ. ഇപ്പോൾ സത്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കൊന്നും നേരിട്ട് പദ്ധതികളൊന്നും ജനങ്ങൾക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം കേന്ദ്രം നേരിട്ടാണ് ജനങ്ങളിലേക്ക് പദ്ധതികൾ എത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി പറയാം, ഇപ്പോൾ ലൈഫ് മിഷൻ കേന്ദ്രത്തിന് വിഹിതം എന്ന് പറയുന്നത് 83,000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ ആണ് ബാക്കി 3 ലക്ഷം കൊടുക്കുന്നതെന്ന്. പക്ഷേ ഇവിടുത്തെ 83,000 ഇവർ കൊടുക്കട്ടെ. കേരളത്തിലെ 7ഓളം പദ്ധതികൾ കൃത്യമായ കണക്കുകൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് മുടങ്ങിക്കിടക്കുകയാണ്. ആ പദ്ധതികളുടെ പണം മുഴുവൻ വകമാറ്റി ചെലവഴിക്കുന്നത് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ബാക്കിയുള്ളവരുടെ ദൈനംദിന ചെലവുകൾക്കാണ്. അപ്പോൾ ഇവിടെ നഷ്ടമാകുന്നത് ഇവിടെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ക്ഷേമമാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ ലൈഫ് മിഷൻ്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ചെറിയ ചെറ്റക്കുടിലാണെങ്കിൽ ആ ചെറ്റക്കുടിൽ പൊളിച്ചിട്ട് അവരവിടെ സുഖമായി താമസിച്ചിരുന്നു. അത് മാറി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ സത്യത്തിൽ കൃത്യമായി കണക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ 80,000 രൂപ കേന്ദ്രം കൊടുക്കും. 80,000 കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പ്രാഥമിക ഘട്ടമായിട്ടുള്ള അവൻ്റെ വീടിൻ്റെ പണി സ്വാഭാവികമായിട്ട് കഴിയും. അതിന് പകരം അവിടെ കുപ്രചരണം നടത്തും. ഇവർ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം, ആ പദ്ധതിയുടെ അടങ്കൽ വിഹിതം കണക്കാക്കണം. അങ്ങനെയൊന്നും ഇവിടെയും ഇല്ല. പക്ഷേ ഇവിടെ 7ഓളം പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കൂൾ കഞ്ഞി, ഉച്ചക്കഞ്ഞി, ഭക്ഷണം 100 കോടി രൂപയാണ് ഇവിടെ ഈ HM-മാർക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. HM ഫോറം ലാസ്റ്റ് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി കർശനമായി പറഞ്ഞു സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് പണം കൊടുക്കണമെന്ന്. അപ്പോഴാണ് ഈ 100 കോടിയുടെ ഏകദേശം 68 കോടി രൂപ കൊടുത്തത്. അപ്പോൾ ഉച്ചക്കഞ്ഞി വിതരണം എന്ന് പറഞ്ഞ സത്യത്തിൽ അതിൻ്റെ വലിയൊരു വിഹിതം 60% വിഹിതം കേന്ദ്രമാണ് കണക്ക് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പല തരത്തിലുള്ള പദ്ധതികൾ, തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും 333 രൂപയാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃത്യമായിട്ട് കേന്ദ്രം അന്ത്യശാസനം നൽകിയപ്പോഴാണ്, കാരണം അടിസ്ഥാന ജനവിഭാഗത്തിന് അമ്മമാർക്ക് കിട്ടേണ്ട പണമാണ്, അന്ത്യശാസനം നൽകിയപ്പോൾ അത് സമർപ്പിച്ചു. അപ്പോഴാണ് ഇതിൻ്റെ ഫണ്ട് വരുന്നത്. അപ്പോൾ 7ഓളം പദ്ധതികൾ അട്ടിമറിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം ഈ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങളുമായിട്ടാണ് ഇവർ പോകുന്നത്. കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് എത്തുന്ന പദ്ധതിയുടെ വിഹിതങ്ങളെ വകമാറ്റുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു കാര്യങ്ങളെ ഒക്കെ മാറ്റുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞാൽ 5,000 കോടി രൂപ കിട്ടിയെന്ന് ഊർജ്ജ മേഖലയിലാണ്. അത് ഊർജ്ജ മേഖല 5,000 കോടിയിൽ കൃത്യമായ കണക്കുകൾ കൊടുത്തിരുന്നില്ല.
അതിന്റെ കണക്കുകൾ കൃത്യമായ കൊടുത്ത സമയത്താണ് 5000 കോടി ഇപ്പോൾ കേന്ദ്രം കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ മോഹൻ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഇടതുപക്ഷം പറയുന്ന ഒരു കേരള മോഡൽ എന്ന് പറയുന്നതിന്റെ പൊയ്മുഖം കൂടി ഇവിടെ മറിഞ്ഞിരിക്കും. അദ്ദേഹം പറഞ്ഞ വളരെ ശാസ്ത്രീയമായിട്ടുള്ള സത്യമാണ്. ഈ കേരളത്തിന്റെ ഹാപ്പിനെസ് ആയിട്ടുള്ള ഇൻഡെക്സ് ആയിക്കോട്ടെ, ജനങ്ങളുടെ ക്ഷേമകരമായ ഇൻഡെക്സ് ആയിക്കോട്ടെ, ഗൾഫിലെ മണലാരണ്യങ്ങളിൽ നമ്മുടെ പൂർവികർ ഒഴുക്കിയിട്ടുള്ള പണമാണ്. ആ പണം അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തിലേക്ക് വരുന്നു. ആ കേരളവുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വികാസമാണ് കേരളത്തിന്റെ വികാസം. ഇപ്പോൾ എന്താ ഉണ്ടായത്? കൺസ്ട്രക്ഷൻ മേഖല കൃത്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ കൊണ്ടുവന്ന് ഭൂമിയുടെ തറവില ഇരട്ടിയാക്കി ബാലഗോപാൽ. അതിന്റെ ഫലമായി കൺസ്ട്രക്ഷൻ മേഖല ഇല്ലാതായി. ഇപ്പൊ കേരളത്തിൽ മാത്രം ഈ ബംഗാളികൾ 25,000 കോടി രൂപ കൊണ്ടുവരുന്നു. ഇപ്പൊ ബംഗാളികൾ ഈ കേരളത്തിൽ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ജനങ്ങൾ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കുടിയേറുന്നത് ഗൾഫിലേക്കായിരുന്നു. ഗൾഫിലേക്ക് സ്വാഭാവികമായിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പണത്തിന്റെ ഒരു 90% ഈ കേരളത്തിലേക്ക് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, ന്യൂസിലാൻഡ്, നമ്മുടെ അയർലൻഡ് അടക്കമുള്ള UK അടക്കമുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാക്കുന്നതിന് 80% അവർ അവിടെ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിദേശ നാണ്യത്തിന്റെ വരവ് കേരളത്തിൽ നിലച്ചു. പിന്നെ കേരളത്തിൽ വിദേശ നാണ്യം തേടുന്ന വലിയൊരു മേഖലയുണ്ടായിരുന്നു, അത് ടൂറിസം മേഖലയാണ്. ലോകത്തിൽ തന്നെ ആഗോള ബ്രാൻഡായിരുന്നു കോവളം ബ്രാൻഡ്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഏറ്റവും വേഗത്തിൽ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന ടൂറിസം മേഖലയാണ്. കോടിക്കണക്കിന് രൂപയുടെ വാർഷിക വരവ് കേരളത്തിൽ 2019-20 കാലഘട്ടത്തിലെ കണക്ക് പ്രകാരം ഈ കേരളത്തിലേക്ക് വന്നിരുന്ന ടൂറിസ്റ്റുകൾ, വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1.8 ലക്ഷമാണെങ്കിൽ ഇന്ന് ഈ 2023 ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം കേരളത്തിലേക്ക് വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം 50,000-ആണ്. അപ്പോൾ ആ എല്ലാ മേഖലകളിലും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഈ കേരള മോഡലുമായിട്ട് പൊതുമരാമത്ത് വിഭാഗവും വളരെ കേമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ ടൂറിസ്റ്റുകൾക്ക് ഒന്ന് യാത്ര ചെയ്യാൻ നല്ല റോഡുകളെങ്കിലും പണിതിടണ്ടേ? 2 വർഷമായി സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരമാകെ. അതിനൊന്നും ശാശ്വത പരിഹാരമേ ഇല്ല. തീർച്ചയായും. അത് മാത്രമല്ല, അപ്പോൾ ഈ ടൂറിസത്തിന്റെ കണക്ക് പറയുന്ന സമയത്ത് ഇവർ പറയും ഇവിടെ ആഭ്യന്തര ടൂറിസം വികസിച്ചു. അതാണ് ഇവരുടെ എല്ലാറ്റിനും ഇവർക്ക് ഒരു ലോജിക്കലി കണക്കുണ്ട്. അതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു അവരുടെ ഒരു തന്ത്രം. കാരണം ആഭ്യന്തര ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്ന ഞാൻ ഒരു ദിവസം എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആഭ്യന്തര ടൂറിസാണ്. അപ്പോൾ ഇവർ പറയും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടി. അതങ്ങനെയാണ്. ഇപ്പം നമ്മൾക്കറിയാലോ, ഈ വാഹനങ്ങളുടെ ഹൈവേ, നാഷണൽ ഹൈവേയും ബാക്കിയൊക്കെ വന്ന സമയത്ത് ശേഷം നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ ജില്ലകളിലേക്ക് പോകുന്നതിന്റെ വേഗത വളരെ കൂടുതലാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു 50,000-ഓളം പേര് എവിടേക്ക് പോകുന്നുണ്ട്? എറണാകുളത്ത് പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ കണക്കിൽ പെടുത്തിക്കൊണ്ടാണ് ഇവർ ആഭ്യന്തര ടൂറിസം വികസിച്ചെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്താ? കേന്ദ്രം ഉണ്ടാക്കുന്ന നാഷണൽ ഹൈവേയിലൂടെ കേന്ദ്രം നൽകുന്ന ഡബിൾ ഡെക്കർ ബസ്സിന്റെ മുകളിൽ നിന്ന് ടാറ്റ് വീശുക. ഇത് കേരളത്തിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യാതൊരു തലത്തിലുമുള്ള ഒരു വികസന നയമില്ലാത്ത, വികസന അജണ്ട ഇല്ലാത്ത ഈ കേരള മോഡൽ എന്ന് ഏത് സമയത്തും ഇങ്ങനെ നാമം ചൊല്ലുന്ന ഒരു സർക്കാരിനപ്പുറത്തേക്ക് കേരളത്തെ അമ്പെ പരാജയപ്പെട്ട ഒരു സർക്കാരാണ് പിണറായി വിജയൻ. അതിന് ഉത്തരവാദിത്തത്തിൽ പിണറായി വിജയനോ തോമസ് ഐസക്കിനോ ബാലഗോപാലിനോ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീലങ്കയേക്കാൾ ഒരു കേന്ദ്ര, ഒരു പക്ഷേ നാളുകളിൽ ശ്രീലങ്ക പോലെ ആയി കഴിഞ്ഞ ഒരു കേന്ദ്ര ഭരണത്തിൻ്റെ ഒരു സാധ്യതയിലേക്കൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കേരളം പോകും. കാരണം കേരളത്തിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അമ്മമാർക്ക് ഈ പെൻഷൻ 1,500 രൂപയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പെൻഷൻ കൊണ്ട് അവർക്കറിയാം ഒരു 3,000-5,000 രൂപയുള്ള മരുന്നിന് ജനൌഷധി പോലെയുള്ള സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ 200-250 രൂപയ്ക്ക് മരുന്ന് കിട്ടും. ആ 250 രൂപ കൊടുക്കാൻ ഇവർക്ക് പെൻഷൻ കിട്ടണ്ടേ? അപ്പോൾ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഇവിടെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം, കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സമയം, കേരളം പോലുള്ള സംസ്ഥാന കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ അതുപോലെയുള്ള സമസ്ത മേഖലയിലും ആത്മഹത്യകളുടെ എണ്ണം ഈ കേരളത്തിൽ വരാൻ പോകുന്നു. അത് സ്വാഭാവികമായിട്ട് ഈ പിണറായി സർക്കാരിന്റെ അകാല ചരമത്തിലേക്കുള്ള ഒരു വഴി കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി. ശ്രീ റോണി കെ ബേബി, കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയതാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുമ്പോൾ BJPക്കെതിരെയുള്ള പ്രധാന പ്രതിപക്ഷ മുന്നണികളിൽ നിങ്ങൾ രണ്ടുപേരും ഒത്തുചേർന്നിരിക്കുകയുമാണ്. പക്ഷേ സംസ്ഥാനത്തിന്റെ ഈ കെടുകാര്യസ്ഥത എവിടെയും തുറന്നു പറയാനുള്ള ഒരു ആർജവം പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഇപ്പോഴും കാണിക്കുന്നുണ്ടോ? രോഹിണി, ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന വിഷയം ചർച്ചയായ അന്നു മുതൽ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ രോഹിണിയുടെ ശ്രദ്ധയിലേക്ക് UDF പുറപ്പെടുവിച്ച ഒരു ധവളപത്രം, ഞങ്ങൾക്ക് ധവളപത്രം പുറപ്പെടുവിക്കാനുള്ള അധികാരമൊന്നുമില്ല, ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടിയാണ്, എങ്കിലും ഞങ്ങളൊരു വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന്റെ പേര് തന്നെ കട്ടപ്പുറത്തെ കേരള സർക്കാർ എന്നാണ്. കട്ടപ്പുറത്തെ കേരള സർക്കാർ. അതിനകത്ത് ഞങ്ങള് എണ്ണി ഈ സർക്കാരിന്റെ പിടിപ്പീടുകൾ, സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ഇന്ന് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നത് അത് തന്നെയാണ്.
ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ ആ വിധി വായിക്കുകയായിരുന്നു, ഇന്നത്തെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. ഞാൻ ഓർക്കുക, ഈ കേരളത്തിന്റെ ധനകാര്യമന്ത്രി വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന് എന്താ ഇതൊന്നും വായിച്ചാൽ മനസ്സിലാകില്ല. ഈ സുപ്രീം കോടതിയുടെ വിധി, സുപ്രീം കോടതി അതിന്റെ കണ്ടന്റ് വൈസ്, അതിന്റെ ലീഗൽ വൈസും ഉണ്ട്, കണ്ടന്റ് വൈസും ഉണ്ട്. അതിന്റെ കണ്ടന്റ് വൈസ് ഉള്ളടക്കത്തിൽ ഇന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ കേരളം നൽകിയ ഹർജിക്കെതിരെയുള്ള കൃത്യമായ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്, കൃത്യമായ വിമർശനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഞാനൊരു സെന്റൻസ് മാത്രം ഞാൻ വായിക്കാം. സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ച കാരണമുള്ള പ്രതിസന്ധി കേന്ദ്ര സർക്കാരിൽ നിന്നും ആശ്വാസം വാങ്ങാൻ ഒരു കാരണമല്ല. സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്. കണ്ടന്റ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുക എന്താ? സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ച. അപ്പോൾ ഇതിന്റെ അകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ അകത്തുള്ള വീഴ്ച. വീണ്ടും സുപ്രീം കോടതി പറഞ്ഞത് അറിയോ? ബാലൻസ് ഓഫ് കൺവീനിയൻസ് കേരള സർക്കാരിനെതിരാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ബാലൻസ് ഓഫ് കൺവീനിയൻസ്. ഞാനൊരു നിയമ വിദഗ്ധനൊന്നുമല്ല, എന്നാലും എനിക്കുള്ള അല്പജ്ഞാനം വെച്ച് ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ടു പക്ഷത്തിന്റെയും വാദങ്ങൾ കേട്ടിട്ട് സുപ്രീം കോടതി പറയുകയാണ്, ഈ കേസിൽ കേരളം പറയുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് പൊള്ളയാണ്, നിലനിൽക്കുന്നതല്ല, അബദ്ധ പഞ്ചാംഗമാണ് കേരളം പറയുന്ന വാദങ്ങൾ. ഇത്ര പൊട്ടത്തരവല്ല വിളിച്ചു പോകുന്നത്. നിയമസഭയിൽ പറയുന്ന 56,000 കോടി 60,000 കോടി എന്നിട്ട് ഓടിപ്പോയേക്കുക ഈ പറയുന്ന ഈ പറയുന്ന സുപ്രീം കോടതിയിലേക്ക്. ആ സുപ്രീം കോടതിയിൽ കേസിന് വേണ്ടി ഹാജരായ വക്കീലന്മാർക്ക് കൊടുത്ത കാശുണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്ര പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനായിട്ട് ഇവർക്ക് കഴിയും? എങ്ങനെ പോയാലും മിനിമം ഒരു 3-4 കോടിയെങ്കിലും ഈ കേസ് സുപ്രീം കോടതിയിൽ വാദിച്ചതിന് ഇതിനകത്ത് എന്ത് മേന്മയാണ് പിണറായി വിജയൻ അവകാശപ്പെടാനുള്ളത്? ഒരു പൊറാട്ട് നാടകം. എന്താ? ഇന്ത്യയിലെ 10-22 സ്റ്റേറ്റ് ഉണ്ടേ, വലിയ വലിയ സംസ്ഥാനങ്ങളുണ്ട്. അവരാരും കേന്ദ്രത്തിന് മുമ്പിൽ കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതി പോകല്ലേ. ഞങ്ങളെ ഉള്ളൂ കേന്ദ്രത്തെ പോലും വെല്ലുവിളിക്കുവാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയൊക്കെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അല്ല ഈ ഒരു നാടകത്തിന് വേണ്ടി മലയാളികള് അല്ല ഞാൻ ലഞ്ചിട്ട് തലതാഴ്ത്തിയ ഇവര് മനുഷ്യച്ചങ്ങളെ പിടിക്കാൻ പറയുന്നത് ഈ ഓടിപ്പോയി കുറെ ആളുകൾ മനുഷ്യച്ചങ്ങളെ പിടിക്കുന്നു. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറെ ആളുകൾ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുകൊണ്ട് കേന്ദ്രത്തിന് ആ കാശൊക്കെ മതിയല്ലോ. ഇവർക്ക് കേരളത്തിന്റെ ഭാവി കേരളം നന്നായിട്ട് പോകണമെന്ന് ഒരാഗ്രഹമില്ല. ഈ കേരളത്തെ നശിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം തന്നെ, CPM-ന്റെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം. ബംഗാൾ നമ്മുടെ മുമ്പില് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുണ്ടല്ലോ. ബംഗാൾ 33 വർഷം CPM. ഈ കേരളം നശിച്ചു പോയതിന്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് ഈ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം തലയ്ക്ക് പിടിച്ച അല്ലെങ്കിൽ നേതൃത്വം എന്തു പറയുന്നോ അതിനുവേണ്ടി നിൽക്കുന്ന ചാവേറുകളായി നിൽക്കുന്ന തലച്ചോറുകൾ പണയം വെച്ച തലച്ചോറുകൾ ഈ പറയുന്ന പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിന് മുമ്പിൽ പിന്നെ അടിയറവ് വെച്ച ഒരാൾക്കൂട്ടം. പക്ഷേ അണികൾ മാത്രമേ ഉള്ളൂ, നേതാക്കളൊക്കെ കോടികളുടെ സമ്പാദ്യവുമായി മുന്നോട്ട് പോവുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, നിലവിലെ സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ്? കാരണം കടമെടുപ്പ് പരിധി ഉയർത്തില്ല, കേരളത്തിന്റെ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണ് എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അധിക ധൂർത്തും ധനവിനിയോഗത്തിലെ കാര്യക്ഷമത ഇല്ലായ്മയും കേരളത്തെ ഇനി നയിക്കുക എങ്ങോട്ടാണ്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണിത്. കേരളത്തിൻ്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും അതിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുമൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കുറേ സമയമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു അവസരം മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമാകും. കൃത്യമായിട്ട് സാധാരണക്കാരന് പെൻഷനും ശമ്പളവും ക്ഷേമ പെൻഷനുകളും ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകും. ഒരു തരത്തിൽ ഒരു സാമ്പത്തികവും അതേ തുടർന്ന് രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു അരാജകത്വം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അവസാന നിമിഷം നമ്മുടെ ചർച്ച ഏതാണ്ട് അവസാനിക്കാറായിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് ഒരു മോചനം നേടാൻ കഴിയുക? മോചനം നേടുക എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഇതൊക്കെ മാറ്റി ഒരു സമൃദ്ധിയിലേക്ക് പോവുക എന്നുള്ളതല്ല. തൽക്കാലത്തേക്കെങ്കിലും ചില ചെറിയ പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ അവസാനം നിർദ്ദേശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ചർച്ച നേരത്തെ ഞാനും റോണി കെ ബേബിയും കൂടെ തന്നെ പങ്കെടുത്തിട്ടുള്ള പല ചർച്ചകളുണ്ട്. ഞങ്ങൾ പല രീതിയിലുള്ള പ്രതിസന്ധി നിവാരണത്തിനുള്ള മാർഗങ്ങളും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, വലിയ സാമ്പത്തിക ചിന്തകന്മാരും റിസർവ് ബാങ്കും ഒക്കെ നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ദീർഘവീക്ഷണമില്ലായ്മയും
ചില പിടിവാശികളും കടുംപിടുത്തങ്ങളും പ്രധാനമായിട്ടും ഒരു ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വമില്ലായ്മ കാരണം അതൊന്നും തന്നെ നടപ്പാക്കപ്പെട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഒന്നാമതായിട്ട് പുതിയ നികുതികൾ, പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന മദ്യത്തിനും ലോട്ടറിക്കും രജിസ്ട്രേഷനും ഒക്കെയുള്ള നികുതികൾ ചുമത്തുന്നതിന് പകരം പിരിച്ചെടുക്കാനുള്ള ഒരുപാട് നികുതികളുണ്ട്. കാര്യക്ഷമമായിട്ട് നികുതികൾ പിരിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് കൈക്കൊള്ളണം. അതിനകത്ത് ഗവൺമെൻറ്റിന് യാതൊരു വിധമായ ഗൗരവത്തോടു കൂടിയുള്ള സമീപനവുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ 21,000-ലധികം കോടി രൂപയുടെ നികുതി 2022 കണക്കനുസരിച്ച് തന്നെ ഇവിടെ പിരിച്ചെടുക്കാനുണ്ട്. RBIയുടെ കണക്കാണ്, ഞാൻ കണക്കുകൾ കൂടുതൽ പറയുന്നില്ല. നികുതികൾ കാര്യക്ഷമമായിട്ട് പിരിച്ചെടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണം. രണ്ടാമത്, പല സാധനങ്ങളും ഇപ്പോഴും അണ്ടർ ടാക്സ്ഡ് ആണ്, ശരിയാമണ്ണം നികുതിക്ക് വിധേയമാക്കിയിട്ടില്ല. ഒരു പവൻ ഇപ്പം 50,000 കോടി രൂപയിൽ കൂടുതൽ വിലയുണ്ട്. പക്ഷേ ഇപ്പോഴും സ്വർണത്തിൻ്റെ നികുതി 7-8 കൊല്ലം മുമ്പുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സ്വർണത്തിൻ്റെ ക്രയവിക്രയം തന്നെ കണക്കിൽപ്പെടാതെ ഒരുപാട് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മോശമായിട്ടുള്ള സമീപനങ്ങൾ, അതായത് നികുതി വെട്ടിക്കുന്നതിനുള്ള നടപടികൾ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് നികുതിക്ക് വിധേയമാക്കാവുന്ന ഇത്തരം കാര്യങ്ങൾ, സ്വർണ്ണമാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം, കൂടുതൽ നികുതിക്ക് വിധേയമാക്കണം. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഗവൺമെൻറ് ഒരുപാട് പ്രോജക്റ്റുകൾ നടപ്പാക്കും. ഈ പ്രോജക്റ്റുകൾ നടപ്പാക്കുമ്പോൾ ഇതിന് ഒരു രീതിയിലുള്ള ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ഉണ്ടാകുന്ന ചെലവും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും, അത് ഈവൻ ഒരു പബ്ലിക് യൂട്ടിലിറ്റി പ്രോജക്റ്റ് ആയിക്കൊള്ളട്ടെ, അത് ഡയറക്റ്റ്ലി പ്രോഫിറ്റബിൾ അല്ലാത്തൊരു പ്രോജക്റ്റ് ആയാൽ പോലും ഇതിനുണ്ടാകുന്ന കോസ്റ്റും അതുവഴി സമൂഹത്തിനുണ്ടാകുന്ന ഒരു ഗുണവും നോക്കിയിട്ട് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലൂടെ കൂടുതൽ ബെനിഫിഷ്യലായിട്ടുള്ള പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ശാസ്ത്രീയ സമീപനം നമ്മുടെ പ്ലാനിംഗ് ബോർഡിലൊക്കെ വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവരെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ആജ്ഞാവർത്തികളായിട്ട് നിർത്തുന്നതിന് പകരം അവരെയൊക്കെ ഉപയോഗിച്ച് അതിനുള്ള നടപടികൾ കൈക്കൊള്ളണം. നാലാമത് പറയാനുള്ള എൻ്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പലപ്പോഴും മൂലധന ചെലവുകൾ വെട്ടിക്കുറച്ച് റവന്യൂ ചെലവുകൾ നടത്തുകയാണ് ചെയ്യുന്നത്. മൂലധന ചെലവ് ഉണ്ടായെങ്കിൽ മാത്രമേ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ഉൽപ്പാദനം വർദ്ധിക്കുകയുള്ളൂ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ ഉൽപ്പാദന മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദനം ഏതേത് മേഖലകളിലാണോ സാധ്യമായിട്ടുള്ളത് അതിന് മുൻതൂക്കം നൽകുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കുകയും റവന്യൂ ചെലവ് നടത്തുന്നതിലേക്ക് വേണ്ടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കട്ട് ചെയ്യുന്ന ആ ഒരു പ്രവണത അവസാനിപ്പിക്കുകയും ചെയ്യണം. ഒരുപാട് ബാക്കി ആൾക്കാർക്കൂടെ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാനായിട്ട് ഭീമമായിട്ടുള്ളൊരു തുക ചിലവാകുന്നു എന്നുള്ളതാണ്. ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാനായിട്ട് സർക്കാരിനെ മാത്രം ആളുകൾ അവലംബിക്കുന്ന ഒരു അവസ്ഥ മാറ്റിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ വളരാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഈ സംസ്ഥാനത്തുണ്ടാകണം. ഇപ്പോൾ ഈ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു സമയത്ത്, ഒരു 10-20 വർഷങ്ങൾക്ക് 20-25 വർഷത്തിന് മുമ്പുള്ള സമയത്ത് കേരളത്തിലെ വികതകാരികൾക്ക് ഉള്ള പ്രധാന തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റും പബ്ലിക് സർവീസ് കമ്മീഷനും സെക്രട്ടേറിയറ്റും യൂണിവേഴ്സിറ്റി ഓഫീസും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ആ സ്ഥിതി മാറി. അത് കുറെ കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റിയാൽ വികതകാരികളായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ജോലികൾ കിട്ടും. പിന്നെ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ പ്രോത്സാഹിപ്പിക്കാവുന്ന മേഖലകളിലെല്ലാം പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് അവർ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ടാക്കണം. അമിതമായിട്ടുള്ള മിലിറ്റന്റ് ട്രേഡ് യൂണിയനിസവും മറ്റു രീതിയിലുള്ള സമീപനങ്ങളും മാറ്റണം. ഇങ്ങനെ ഏറെക്കുറെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി കക്ഷ്യരാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി പിൻവാതിൽ നിയമനങ്ങൾക്കും മറ്റു രീതിയിലുള്ള ന്യായീകരണങ്ങൾക്കുമൊക്കെ അതീതമായി ഒരു പ്രതിജ്ഞാബദ്ധതയോടുകൂടിയുള്ള ഒരു സമീപനം ഗവൺമെൻറ് അനുവർത്തിച്ചാൽ മാത്രമേ ഈ കടക്കണിയിൽ നിന്നും ഈ കഷ്ടതയിൽ നിന്നും കേരളത്തിന് ക്രമേണ കരകയറാൻ പറ്റും. അതെ, ഡോക്ടർ മോഹൻ വർഗീസ്, കാലിയായ ഖജനാവ്, അവശേഷിക്കുന്ന നാണയത്തുട്ടുകളുമായി കോടതികൾ കയറിയിറങ്ങുകയാണ്. ഇനിയെങ്കിലും ഒരു പുനർവിചിന്തനം ഉണ്ടാകുമോ? ഒരു പുനർവിചിന്തനം ഉണ്ടാകണമെങ്കിൽ ആത്മപരിശോധന നടത്തണം. പ്രത്യയശാസ്ത്രപരമായ ചില നാട്യങ്ങളുടെ തടവിലാണ് ഇപ്പോഴും ഗവൺമെൻറ്. അതായത് സ്വകാര്യ മൂലധനം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇവിടെ വികസനം സാധ്യമാവൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ
പൊതുരംഗത്ത്, അതായത് ഒരു പബ്ലിക് സെക്ടർ എല്ലാം തന്നെ ഏതാണ്ട് വെള്ളാനകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ KSRTCയുടെയും അതുപോലെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കാര്യം നമ്മൾ കാണുന്നതാണ്. ഇവിടെ സ്വകാര്യ മൂലധനം അനുവദിക്കില്ല എന്ന് പുറമേ പറയുകയും രഹസ്യമായി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, സ്വകാര്യ യൂണിവേഴ്സിറ്റീസ്, ഫോറിൻ യൂണിവേഴ്സിറ്റീസ് അതും വരെ അനുവദിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ ധനകാര്യമന്ത്രി ബജറ്റിൽ അത് കൊണ്ടുവരികയാണ്. അതിലേറെ റെസിസ്റ്റൻസ് വന്നപ്പോൾ തൽക്കാലത്തേക്ക് ഷെൽഫ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് റൈറ്റ് ഡയറക്ഷനാണ്. അതായത് നമുക്ക് ഈ നാട്യങ്ങൾ അവസാനിപ്പിച്ച് ഈ കോൾ എ സ്പെയ്ഡ് എന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്, അപ്പം തൊഴിൽ വർദ്ധിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അത് പൊതുമേഖലയിൽ സാധിച്ചില്ല എങ്കിൽ സ്വകാര്യ മേഖലയിൽ സാധിക്കുക. കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും നല്ല ഒന്നാന്തരം കാര്യശേഷിയുള്ള ആളുകളാണ്. കേരളത്തിലെ ആളുകൾ വിദേശത്ത് പോകുമ്പോൾ കഠിനമായി ജോലി ചെയ്യുകയും എത്ര പ്രതിബന്ധങ്ങളോടും പടവെട്ടി അവർ ഏർണിംഗ് ഉണ്ടാക്കുകയും അതിന് ഗൾഫിലാണെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ ഏർണിങ്ങിൻ്റെ ഒരു പങ്ക് കേരളത്തിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ കേരളത്തിലെ ഹ്യൂമൻ റിസോഴ്സിന് യാതൊരു കുഴപ്പവുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലേക്ക് വൻതോതിൽ സ്വകാര്യ മൂലധനം കടന്നു വരണം. ഒന്നാന്തരം തൊഴിൽ സംസ്കാരം ഉണ്ടാകണം, വിദ്യാഭ്യാസ സംസ്കാരം ഉണ്ടാകണം. അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകരുത്. ഈ വിദ്യാർത്ഥി യൂണിയനുകളെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പോഷക സംഘടനകളെ വളർത്തിയെടുക്കാനുള്ള ബ്രീഡിംഗ് ഗ്രൗണ്ടായി സർവകലാശാലകളെ കാണുന്ന അല്ലെങ്കിൽ സ്കൂളുകളെയും കോളേജുകളെയും കാണുന്ന ആ നിലപാടിൽ മാറ്റം വരിക. തൊഴിലാളികൾക്ക് തൊഴിലിനോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റം വരിക. ഈ മാറ്റം വരണമെങ്കിൽ രാഷ്ട്രീയ അതിപ്രസരം ബാധിച്ചിരിക്കുന്ന കേരളത്തിൽ ഈ മാറ്റം വരണമെങ്കിൽ ഒരു ഇച്ഛാശക്തി കാണിക്കണം. ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയുടെയും ഭാഗത്ത് ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മാറ്റം വരൂ. അങ്ങനെയുള്ള മാറ്റത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പുതിയ സംസ്കാരം വരണം. അതിൽ നിന്ന് മാത്രമേ ഈ പറയുന്ന വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത എല്ലാം തന്നെ നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതുകൊണ്ട് രീതിയിൽ മാത്രമേ ആകൂ. അതാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. അതെ, ശ്രീ പ്രിന്റു, അവസാനമായി എന്തായാലും ഇനി കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ള അവകാശവാദങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകുകയാണ്. പുതിയ എന്ത് ക്യാപ്സ്യൂളുമായിട്ടായിരിക്കും സർക്കാർ വരിക? തീർച്ചയായും ക്യാപ്സൂളുകൾക്ക് യാതൊരു പഞ്ചവുമില്ലാത്ത ഗീബൽസൻ തന്ത്രങ്ങളെ ഈ കേരളത്തിൽ കൃത്യമായി നടപ്പിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം അവർക്ക് രാജ്യത്തെ ജനങ്ങളോടോ ഭരണഘടനയോടോ വികസനത്തിനോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും അതുകൊണ്ടാണല്ലോ ബീഡിത്തെറുപ്പിൽ നിന്ന് ED-യിലെത്തി നിൽക്കുന്ന നേതാക്കളാണ്. അത് ആ പാർട്ടിയുടെ ഒരു വികാസമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇതൊരു നേരത്തെ ഇവർ നിരീക്ഷിച്ചതുപോലെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. ഈ കേരളത്തിൽ മാത്രമാണ് ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ക്യാൻസർ ഈ കേരളത്തിലെ മാത്രമാണ്. അത് സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ യുവജനതയും കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരും ഇവിടുത്തെ സമസ്ത വിഭാഗം ആളുകൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യയശാസ്ത്രം ഈ കേരളത്തിൽ നിന്ന് മുച്ചൂട് പോയാൽ തന്നെയാണ് ഈ കേരളത്തിൻ്റെ ശാശ്വതമായിട്ടുള്ള വികസനം ഉണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗുജറാത്തിൽ വൈബ്രൻറ്റ് ഗുജറാത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം 25 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടന്നത്. തമിഴ്നാട്ടിൽ 5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു. അപ്പോൾ കേരള സർക്കാരും കണക്ക് പറഞ്ഞു 5 വർഷം കൊണ്ട് 25,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മൂലധന നിക്ഷേപത്തിനെതിരായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള വർഗ സ്വഭാവം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സമസ്ത മേഖലയെ നശിപ്പിക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമകളായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള മോചനവും ഈ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള മോചനവും കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ ശാശ്വതമായിട്ടുള്ള വികസനം ഉണ്ടാവും. അതെ, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. കേരളം നിരത്തിയ പൊള്ളക്കണക്കുകളുടെ കാര്യങ്ങൾ അക്കമിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ നിരത്തിയപ്പോൾ അതിനൊക്കെ രാഷ്ട്രീയ മുഖം നൽകാനുള്ള വ്യഗ്രതയായിരുന്നു സംസ്ഥാന സർക്കാരിന്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ കടപരിധി ഉത്തരവിൽ വന്ന പരാമർശങ്ങൾ അങ്ങേയറ്റം ഗുരുതരമാണ്. ഇനിയെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പുനർവിചിന്തനം ഉണ്ടാകണം. ധൂർത്തും ധനവിനിയോഗത്തിലെ കാര്യക്ഷമതയില്ലായ്മയും മാറ്റിവെച്ചുകൊണ്ട് പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെൻറ്റായി പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം എന്നാണ് കരുതുന്നത്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.